എൻ്റെ പേര് തങ്കച്ചനെന്ന് വിളിക്കും. താമസിക്കുന്ന കടുവേരി. ബിസിനസ്സുമായിട്ട് ഇവിടെ എങ്ങനെ ഇരിക്കുന്നു. ഒട്ടും നടക്കാൻ പറ്റാത്ത സ്ഥിതി പോലെ ഇതായിപ്പോയി. ഒന്നെങ്കിൽ ആരുടെയെങ്കിലും കയ്യെ പിടിച്ചിട്ട് വേണം കക്കൂസിലേക്കോ ബാത്റൂമിലേക്കോ ഒക്കെ പോകാൻ വേണ്ടി. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് നമുക്ക് നടക്കാൻ പറ്റത്തില്ല. വണ്ടിയിലോട്ടൊന്നും കയറാനും പിടിക്കാനും ഒന്നും പറ്റില്ല. ഇങ്ങനെ എവിടെയെങ്കിലും പിടിച്ചിട്ട് വേണമായിരുന്നു കയറേണ്ടത്. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഫിസിയോതെറാപ്പിയൊക്കെ ഈ ചെറുപുഴ പോയി ചെയ്തു. അതുകൊണ്ടൊക്കെ കൂടിയതല്ലാതെ വേറെ പിന്നെ വെയിറ്റ് ഇട്ടിട്ട് കുറച്ച് ദിവസം കിടന്നു. 15 കിലോയോളം ഭാരം ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് പിന്നെ അങ്ങനെ കിടക്കാൻ പറഞ്ഞിട്ട് 10-15 ദിവസം അങ്ങനെ കിടന്നു. അതുകൊണ്ടൊക്കെ കൂടിയതല്ലാതെ ഒരു കുറവും ഉണ്ടായില്ല. അന്നത്തെ ഒരു വിശപ്പ്, നമുക്കൊരു ആഹാരമൊന്നും കഴിക്കണമെന്നോ ഇത് ഈ വേദന ഇതുള്ള സമയത്ത് ഒന്നും കഴിക്കണമെന്ന് പോലും തോന്നുകയില്ലായിരുന്നു. അതുപോലുള്ള സ്ഥിതി ഇതായിരുന്നു. തളിപ്പറമ്പിലൊരു ആസ്പത്രിയിൽ ഒരു ഡോക്ടറെ, ഈ ഞരമ്പിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, പിന്നെ ഇത് കണ്ണൂരൊരു നല്ലൊരു ഡോക്ടറുണ്ട്, അവിടെ പോകാൻ വേണ്ടി പുള്ളിക്കാരൻ അന്നേരപ്പോഴേ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞ് നോക്കിയ പാട് പറഞ്ഞു ഓപ്പറേഷൻ വേണം, അല്ലാതെ ഒരു ഇതുമില്ലെന്ന് പറഞ്ഞു. ഞങ്ങളതിന് സമ്മതിച്ചു. ഓപ്പറേഷൻ ചെയ്തു 4 ദിവസമേ ആസ്പത്രിയിൽ കിടന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വേദനയോ അങ്ങനത്തുള്ള അസ്വസ്ഥതകളോ ഒന്നും തോന്നില്ല. അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. ഇപ്പോൾ അങ്ങനത്തെ ഒരു വേദനയോ അങ്ങനെ നടക്കുന്നതിനോ ബുദ്ധിമുട്ടോ അങ്ങനത്തുള്ള ഒരു പ്രശ്നവും ഇല്ല. ഹോസ്പിറ്റലിൽ വന്നതുകൊണ്ട് ഇന്ന് എൻ്റെ ചേട്ടൻ ഇങ്ങനെ നടക്കുന്നു. അല്ലാതെ ചിലപ്പം ഈ ബെഡിൽ തന്നെ ഇവിടെ കിടക്കേണ്ടി വന്നേനെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. സർജറി കഴിഞ്ഞ് ഞായറാഴ്ച ചെയ്തുവെങ്കിലും തിങ്കളാഴ്ച തൊട്ട് ചേട്ടൻ ശരിക്കും ഞങ്ങളുടെ സഹായം കൂടാതെ നടക്കാൻ തുടങ്ങി. ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, പതുക്കെ കടയിൽ പോയിക്കോളാൻ പറഞ്ഞു. ചെറിയ വെയിറ്റുകളെ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ചേട്ടൻ പോകുന്നുമുണ്ട്. ഒരു മാസം വീട്ടിലിരുന്നുള്ളൂ, റെസ്റ്റ് എടുത്ത് 1 മാസം ഇരുന്നുള്ളൂ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം. ഇത് ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് ഈ വിരളൊക്കെ ഇങ്ങനെ പിന്നെ മടങ്ങണമെന്നുണ്ടെങ്കിൽ 3 മാസം കഴിഞ്ഞാലേ ഇങ്ങനെ ആവുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ 1.5 മാസം ഞങ്ങൾ തിരിച്ച് ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് വളരെ അത്ഭുതമാണെന്ന് പറഞ്ഞു. കാരണം ഈ വിരളിങ്ങനെ മറ്റേതിങ്ങനെ നീളം ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, അനക്കാൻ പറ്റത്തില്ലായിരുന്നു. സ്വന്തമായി ഒന്ന് എഴുന്നേറ്റ് നടക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ആ അവസ്ഥയിലെത്തിപ്പോയായിരുന്നു. സ്വന്തം ആവശ്യമെങ്കിലും നിറവേറ്റി. ഇനി കടയിലും കച്ചവടത്തിലും പോയില്ല എങ്കിൽ പോലും ഒന്ന് സ്വന്തം അവനവൻ്റെ ആവശ്യങ്ങളെങ്കിലും ഒന്ന് ചെയ്യുവാനുള്ള കൃപ കിട്ടിയാൽ മതിയെന്ന് മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. തമ്പുരാൻ അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. അതിന് ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്. ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് അതിന് ഒത്തിരിയേറെ നന്ദിയുണ്ട്. പിന്നെ ശ്രീജത്ത് ഡോക്ടറിനോടും ഒത്തിരിയേറെ നന്ദി ഞങ്ങൾക്കുണ്ട്.